കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊടുത്തുകൊണ്ട് നമുക്ക് വചനത്തിനായിട്ട് കാതോർക്കാം. ഇന്ന് ഈ കൂട്ടായ്മയിലേക്ക് ആദ്യമായിട്ട് ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടോ? നിങ്ങളുടെ തൊട്ടടുത്തേക്ക് നോക്കുക, ആരും തന്നെ ഇല്ലെന്ന് തോന്നുന്നു. ഇന്ന് നിങ്ങൾ ഉത്സാഹപൂർവ്വം കടന്ന് വന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് നന്ദി പറയുന്നു. നമ്മെ ദൈവം ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിക്കുന്ന ഒരു വചനം നമ്മളുമായി പങ്കുവയ്ക്കാൻ, നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കുവാൻ കർത്താവ് ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം ദൈവസന്നിധിയിൽ ഇരിപ്പാൻ വീണ്ടും നിങ്ങളെ ഉത്ബോധിപ്പിക്കുന്നു, നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയം പ്രത്യേകിച്ച് ദൈവവചനത്തിൻ്റെ മുമ്പാകെ വരുമ്പോൾ, ദൈവസന്നിധിയിൽ വരുമ്പോൾ, ദൈവരാജ്യത്തിൻ്റെ വിത്തുകൾ വീണ് നന്നായി മുളയ്ക്കുന്ന വിളഭൂമിയായി തീരണം. വിത്തിൻ്റെ കുഴപ്പമല്ല, നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ടീഷൻ അത് വളരെ നിർണായകമാണ്. അതുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ വിത്തുകൾ നന്നായി മുളച്ച് ഫലം തരുന്ന വിളഭൂമിയാക്കി എൻ്റെ ഹൃദയത്തെ തീർക്കണമേ എന്ന പ്രാർത്ഥന ആത്മീയമായ ഏത് സത്യങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോഴും നമുക്ക് വേണം. നമുക്ക് ഓരോരുത്തർക്കും അതുണ്ടാവണം. 100 മേനി നമുക്ക് ആഗ്രഹിക്കാം. ഇനി 100 മേനി കിട്ടിയില്ലെങ്കിലും 30 മേനിയെങ്കിലും മിനിമം വിളയണം. അത്രയെങ്കിലും വിളയുന്ന ഒരു വിളഭൂമിയാക്കി എൻ്റെ ഹൃദയത്തെ തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ആ ഒരു പ്രാർത്ഥന നമുക്കുണ്ടാവട്ടെ. ഇന്ന് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വചനമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അത് മറ്റൊന്നുമല്ല, 34-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ആദ്യമായിട്ട് ഞാൻ അങ്ങനെ ഒരു വാക്യം വായിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. 34-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാമത്തെ വാക്യം നമുക്ക് എടുക്കാം. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. 107-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യം കൂടെ ചേർത്തൊന്ന് വായിക്കാം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. യഹോവ വൈരിയുടെ കയ്യിൽ നിന്ന് വീണ്ടെടുക്കുകയും കിഴക്കും പടിഞ്ഞാറും വടക്കും കടലിലുമുള്ള ദേശങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തവരായ അവൻ്റെ വിമുക്തന്മാർ അങ്ങനെ പറയട്ടെ. അവർ മരുഭൂമിയിൽ മതി അവൻ്റെ വിമുക്തന്മാർ അങ്ങനെ പറയട്ടെ. ഈ 2 വാക്യങ്ങളിൽ നിന്നും ഒരു പൊതുവായ വാക്ക് ഇന്നത്തെ ചിന്തയുടെ ആധാരമായിട്ട് ഞാൻ എടുക്കുക. ഇന്ന് നമ്മൾ അവസാനം പാടിയ പാട്ടും ആ സത്യത്തോട് ചേർന്നിരിക്കുന്നൊരു കാര്യമാണ്. ആ വാക്ക് ദൈവത്തിൻ്റെ നന്മ എന്ന വാക്കാണ്. ഇംഗ്ലീഷിൽ അതിന് ഗുഡ്നെസ് എന്ന വാക്കാണ്. ഈ ഒരു വാക്കിനെ ചുറ്റിപ്പറ്റി ചില ആത്മീയ സത്യങ്ങൾ ചിന്തിക്കാനാണ് ഇന്ന് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിക്കുന്നത്. നമ്മൾ ധാരാളം കേൾക്കുന്ന, ധാരാളം പാടുന്ന ഒരു വാക്കാണ് അത്, ഗുഡ്നെസ് എന്ന വാക്ക്. സത്യത്തിൽ നമ്മളതിന് നന്മ എന്ന വാക്കാണ് കൂടുതൽ ഉപയോഗിക്കാറ്. ഇതെന്താണ് ഈ വാക്ക് എന്ന് ആത്മീയമായ ചില കാഴ്ചപ്പാടുകൾ വചനത്തിൽ നിന്ന് നമ്മൾ പ്രാപിച്ച് അതിനനുസരിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രതികരിക്കാനുള്ള കൃപ എനിക്ക് തരണമേ. ദൈവരാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു വിത്ത് എൻ്റെ ഹൃദയത്തിൽ 100 മേനിയായി വിളയണമേ എന്ന പ്രാർത്ഥനയാവട്ടെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരേണ്ടത്. ഗുഡ്നെസ് എന്ന ഇംഗ്ലീഷ് വാക്കിന് മലയാളത്തിൽ നന്മ എന്ന് മാത്രമല്ല അർത്ഥമാക്കുന്നത്. വൈശിഷ്ട്യം എന്നൊരു വാക്കുണ്ട്. അതധികം നമ്മൾ ഉപയോഗിക്കുന്നൊരു വാക്കല്ല. മനോഹരമായ സ്വഭാവം എന്ന മറ്റൊരർത്ഥമുണ്ട് ഗുഡ്നെസ്സിന്. സുന്ദരമായ, മനോഹരമായ എന്ന, നല്ലത് എന്ന മറ്റൊരു വാക്ക്. ദൈവം നല്ലവനല്ലോ, അവിടുത്തെ ദയ എന്നേക്കുമുള്ളത്. നന്മയുടെ മൂർത്തിഭാവമാണ് ദൈവം. എല്ലാ ഗുണഗണങ്ങളുടെ അങ്ങേയറ്റത്തെ വാക്കാണ് ദൈവം. ബൈബിൾ പ്രസ്താവിക്കുന്ന ദൈവം അതാണ്. ഇപ്പം ദൈവത്തിൻ്റെ ഗുഡ്നെസ്സിനെ കുറിച്ചാണ് ഇന്ന് ചില ആത്മീയ സത്യങ്ങൾ നമ്മൾ ധ്യാനിക്കുന്നത്.
നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ നന്മ ആസ്വദിച്ചവരാണോ? ഏതെങ്കിലും ഒരു വിധത്തിൽ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നന്മ ആസ്വദിക്കാത്തവരായി ആരും ഈ ഭൂമിയിലില്ല. ഭക്തരുമില്ല, അഭക്തരുമില്ല അനുഭവിക്കാത്തതായിട്ട്. എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ നന്മ ആസ്വദിക്കുന്നുണ്ട് ഓരോ ദിനങ്ങളിലും. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നന്മ ആസ്വദിച്ച സമയങ്ങൾ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ കഴിയുമെന്ന് ഞാൻ ചിന്തിക്കുക. ആത്മീയമായിട്ട് ചിന്തിക്കുന്നതിന് മുമ്പ് ബൗദ്ധികമായിട്ടൊന്ന് ചിന്തിക്കാം. അത് ഏറ്റവും വലുതാണ്. ആത്മീയം വലുതാണെങ്കിലും ഭൗമികമായിട്ട് ദൈവത്തിൻ്റെ നന്മയുടെ ഏറ്റവും പ്രകടമായ അടയാളം എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ മറുപടി? ഇത് ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ തന്നെയാണ്. എന്ന് വെച്ചാൽ നമ്മെ സൃഷ്ടിച്ചു എന്ന കാര്യം തന്നെ ഒരു നന്മയല്ലേ? നമ്മളെ സൃഷ്ടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഒന്ന് ചിന്തിച്ചേ നിങ്ങൾ. ഇനി ഭൂമിയിൽ മനുഷ്യനെ എല്ലാം സൃഷ്ടിച്ചു, എന്നെ സൃഷ്ടിക്കേണ്ട കാര്യമുണ്ടായിരുന്നു. ചിലപ്പോഴൊക്കെ വിഷമം വരുമ്പം എന്നെ സൃഷ്ടിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാലും നമ്മളത് നമ്മുടെ ഉള്ളിൽ പറയും, എന്നെ സൃഷ്ടിച്ചത് നന്നായി എന്നാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, സൃഷ്ടി നമ്മെ സൃഷ്ടിച്ചു, നമുക്ക് ജീവിക്കാനുള്ള പരിതസ്ഥിതികൾ സൃഷ്ടിച്ചു. സൃഷ്ടിയുടെ എല്ലാ മാനങ്ങളിലും ദൈവത്തിൻ്റെ നന്മയുടെ ഒരു പ്രവാഹമാണ് യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നത്. ലോകത്ത് എവിടെ കണ്ണോടിച്ചാലും അതിൽ എന്തൊക്കെയാണ് പ്രധാനം? നമ്മൾ ഈ സൃഷ്ടിയിൽ കാണുന്ന മനോഹാരിത ശരിക്കും നമ്മൾ കാണാറുണ്ടോ? ഒരു പൂവിനെ നോക്കി, ഒരു പർവ്വതത്തെ നോക്കി, ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കി, അരുവിയെ നോക്കി, നദികളെ നോക്കി, അതിൻ്റെയൊക്കെ മഹത്വം പാടുന്ന കവികളുണ്ടായിട്ടുണ്ട്. അതിൻ്റെ പുറകിലുള്ള സൃഷ്ടാവിൻ്റെ മഹത്വം കാണാതെ അതിൻ്റെ മനോഹാരിതയെക്കുറിച്ച് മാത്രം പാടുന്ന, സൗന്ദര്യത്തിൻ്റെ മനോഹാരിത മാത്രം പാടുന്ന ആളുകൾ ലോകത്തുണ്ട്. ഒത്തിരി കവിതകളൊക്കെ അങ്ങനെ ഉണ്ടായതാ. പക്ഷേ ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മഹത്വം എന്താണ്? ഒരു കാര്യം, മനോഹരമായി ദൈവം എല്ലാം സൃഷ്ടിച്ചു എന്നുള്ളതാണ്. സൃഷ്ടിയും ഈ മനോഹാരിതയും ക്രമങ്ങളും നോക്കിയ ക്രമങ്ങൾ. പകൽ വാഴാൻ സൂര്യൻ, രാത്രി വാഴാൻ ചന്ദ്രൻ, എല്ലാ നക്ഷത്രങ്ങൾക്കും ഓരോ തരങ്ങളിലുള്ള ക്രമങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എത്ര വേഗത്തിൽ ഒരു നക്ഷത്രം കറങ്ങണം, എത്ര വേഗത്തിൽ ഭൂമി കറങ്ങണം എന്നൊക്കെ കൃത്യമായ ക്രമങ്ങൾ ദൈവം നിശ്ചയിച്ചു. ഒരു ദിനത്തിൻ്റെ 24 മണിക്കൂർ സൈക്കിൾ, ഭൂമിയിൽ സ്വയമായി തിരിയുന്ന 24 മണിക്കൂർ കൊണ്ട് ഒരു പ്രാവശ്യം ചുറ്റി വരുന്നതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. ദിനരാത്രങ്ങൾ, മനോഹാരിതയും ക്രമങ്ങളും നമ്മുടെ ജീവിതത്തെ നിലനിർത്തുന്ന എല്ലാ സംവിധാനങ്ങളും ദൈവത്തിൻ്റെ നന്മയുടെ പ്രതീകമായിട്ട് നമ്മൾ കാണാറുണ്ടോ? അതാണ് ഇന്നത്തെ ചോദ്യം. അപ്പോൾ ഒരു പുഷ്പത്തെ നോക്കി, ഒരു മരത്തെ നോക്കി ശരിക്കും ദൈവമേ അങ്ങ് എത്ര വലിയവനാണെന്ന് പറഞ്ഞ് നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ഞാൻ എന്നോട് ചോദിക്കാറുണ്ട്. ഒരു തുള്ളി വെള്ളം പോലും, ഒരു ചെറിയ ചെടി പോലും, ഒരു മനോഹരമായ പുഷ്പം പോലും നമുക്ക് യഥാർത്ഥത്തിൽ സൃഷ്ടിച്ചെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. ഒന്ന് നമ്മൾ പാടി, ഒന്നുമില്ലായ്മയിൽ ദൈവം ഇതെല്ലാം സൃഷ്ടിച്ചത് ഒന്നുമില്ലായ്മയിൽ നിന്നാണ്. ഈ മനോഹരമായ സൃഷ്ടിയിൽ മനോഹരമായി എല്ലാം സൃഷ്ടിച്ച്, അതിനെ ക്രമങ്ങൾ സൃഷ്ടിച്ച്, നമ്മൾ മനുഷ്യനെ, ജീവജാലങ്ങളെ സൃഷ്ടിച്ച്, മനുഷ്യനെ അവസാനം സൃഷ്ടിച്ച്, മനുഷ്യന് വേണ്ട എല്ലാ പരിതസ്ഥിതികളും സൃഷ്ടിച്ച ദൈവത്തിലൂടെ ഇതൊക്കെ ക്രമീകരിച്ച ദൈവത്തിൻ്റെ ക്രമത്തെ നോക്കിക്കൊണ്ട് ഇത് ദൈവത്തിൻ്റെ നന്മയാണ് എന്ന് ഇന്ന് മനസ്സിലാക്കാനും പാടാനും കഴിയുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മുടെ ശരീരത്തെ നോക്കി നമുക്കത് പറയാൻ കഴിയട്ടെ. പക്ഷെ ദൈവത്തിൻ്റെ നന്മ അതായിരിക്കുമ്പോൾ തന്നെ സൃഷ്ടിയിൽ മാത്രമല്ല ദൈവത്തിൻ്റെ നന്മ പ്രകടമായിരിക്കുന്നത്. അത് ഓരോ ഇഞ്ചിലും ഉണ്ടെങ്കിലും സൃഷ്ടിയിൽ മാത്രമല്ല. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ നന്മ പ്രകടമായിരിക്കുന്നത് എവിടെയാണെന്ന് വേദശാസ്ത്രപരമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. എവിടെയായിരിക്കും? യോഹന്നാൻ 3:16. അതാണ് ദൈവത്തിൻ്റെ നന്മയുടെ ഏറ്റവും പ്രകടമായ പത്രം. അതാണ് പ്രകടമായ കാര്യം. അതാണ് എന്താണ്? യോഹന്നാൻ 3:16 എന്താണ്? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏതു മനുഷ്യനും
നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം എങ്ങനെ ലോകത്തെ സ്നേഹിച്ചു എന്നതാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. ഒരു യാഗമായി നൽകാനാണ്. എങ്ങനെയാണ് നൽകിയത്? നമ്മളെ രക്ഷിക്കാൻ യാഗമായിട്ടാണ് നൽകി എന്ന് മാത്രമേ അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളെങ്കിൽ നമുക്കറിയാം. അത് ഒരു യാഗമായി നൽകി. ദൈവത്തിൻ്റെ നന്മയുടെ, ദൈവത്തിൻ്റെ സൽസ്വഭാവം എന്നൊക്കെ വാക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രകടമായ പത്രിക അതാണ്. ഏറ്റവും പ്രകടമായത്. ഇന്ന് നമ്മൾ കർത്താവിൻ്റെ മേശ ആചരിക്കുമ്പോൾ, ഓരോ പ്രാവശ്യം ആചരിക്കുമ്പോൾ എന്താ നമ്മൾ പറയുന്നത്? ദൈവത്തിൻ്റെ നന്മയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ആഘോഷിക്കുന്നത്. എൻ്റെ പ്രിയരെ, ഇത് നമ്മുടെ ഹൃദയത്തിൽ എഴുതപ്പെടാൻ കർത്താവ് കൃപ ചെയ്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ദൈവത്തിൻ്റെ കരുണയുടെയും കൃപയുടെയും ആത്യന്തികമായ അടയാളമായിരിക്കുന്നത് തികച്ചും കർത്താവിൻ്റെ ക്രൂശ് മരണമാണ്. മനുഷ്യർക്ക് വേണ്ടി, വംശജർക്ക് വേണ്ടി. ഇന്ന് നമ്മൾ പാടിയ പാട്ടിൽ ഒരു വാക്ക് ശ്രദ്ധിച്ച്, ഇത്രമാത്രം സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളൂ എന്ന ഒരു വാക്ക് നമ്മൾ പാടി. ഇതിലേറ്റവും മനോഹരമായൊരു കാര്യം, ഇത്രയ്ക്കും യോഗ്യതയില്ലാത്ത പാപികളായ മനുഷ്യർക്ക് വേണ്ടി ദൈവം തമ്പുരാൻ എന്തിനു മരിച്ചു എന്നൊരു ചോദ്യം ആരും എപ്പോഴും ചോദിക്കുന്നതാണ്. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ? അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ? ഒന്ന് ചിന്തിക്കൂ. ഈ സൃഷ്ടി തന്നെ മനുഷ്യരല്ലാതെ വേറെ ജീവജാലങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ടോ എന്ന അന്വേഷണത്തിലാണ് ശാസ്ത്രലോകം. മനുഷ്യന് വേണ്ടി മാത്രമാണ് ഇത്രയും വലിയ പ്രപഞ്ചം സൃഷ്ടിച്ചതെങ്കിൽ ഇത് ഇച്ചിരി വലിപ്പം കൂടിയില്ലേ എന്ന ചിന്താഗതി പറയുന്നവരുണ്ട്. ഇതിനൽപ്പം വലിപ്പം കൂടിപ്പോയില്ലേ എന്ന്. അത്രയ്ക്ക് വലിപ്പമല്ലേ? എന്നാൽ ദൈവത്തിൻ്റെ നന്മയെ, ദൈവത്തിൻ്റെ മഹത്വവും നന്മയും എന്താണെന്ന് കാണിക്കാനാണ് ദൈവം സകലത്തെ സൃഷ്ടിച്ചതെങ്കിലോ നമ്മെപ്പോലും, നമ്മിൽ ദൈവകൃപയുടെ മഹാത്മ്യം വെളിപ്പെടുത്താനാണ് എന്ന വരികിലോ നിങ്ങളുടെ ചിന്തകൾ ദൈവസന്നിധിയിൽ ഉണർത്തപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ നന്മയുടെ ഏറ്റവും പ്രകടമായ പത്രിക കർത്താവിൻ്റെ ക്രൂശ് മരണമാണ്. ദൈവം നമുക്ക് വേണ്ടി നൽകി എന്നുള്ളതാ, നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു എന്നുള്ളതാ. ആരും എന്നിൽ നിന്ന് എടുത്തതല്ല, ഞാനത് വെച്ചു തരികയായിരുന്നു. യോഹന്നാൻ 10 പറയുന്നത് എന്നിൽ നിന്ന് അപഹരിച്ചതല്ല. കർത്താവിനെ ക്രൂശിച്ചു എന്ന് പറയുന്നത് നമ്മൾ ആ സാഹചര്യം നോക്കുമ്പോൾ ശരിയാണെങ്കിലും അതിനെ ഏൽപ്പിച്ചു കൊടുത്തതാരാണ്? നമുക്ക് ആ സാഹചര്യത്തിൽ അറിയാം. പത്രോസ് ദാസന്റെ ഈ സൈന്യത്തിലെ ദാസന്റെ ചെവി അറുത്ത കാര്യം പറഞ്ഞപ്പോൾ കർത്താവ് അത് എന്തു പറഞ്ഞിട്ട്, ഞാൻ പറഞ്ഞാൽ എത്ര ദൂതന്മാര് എൻ്റെ സഹായത്തിന് വരുമെന്നാണ് പറഞ്ഞത്. ഒരു കൈ ഒടിച്ചായിരുന്നെങ്കിൽ കർത്താവിന് വേണമെങ്കിൽ ഈ ക്രൂശ് മരണത്തെ അവോയ്ഡ് ചെയ്യാൻ കഴിയുകയില്ലായിരുന്നോ? തീർച്ചയായിട്ടും കഴിയുമായിരുന്നു. കഴിയുമെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ എന്ന് പറയുമ്പോൾ അടയാളത്തിനായി വന്നായിരുന്നെങ്കിൽ അവർ വിശ്വസിക്കുമായിരുന്നോ? ഞങ്ങൾ വിശ്വസിക്കേണ്ടതിന് അവർ വിശ്വസിക്കില്ലായിരുന്നു. പക്ഷെ കർത്താവ് വന്നായിരുന്നെങ്കിലോ, മരണത്തെ ജയിക്കാൻ കർത്താവിന് കഴിയുമായിരുന്നെങ്കിൽ വരുവാൻ കർത്താവിന് കഴിയുമായിരുന്നോ? തീർച്ചയായിട്ടും കഴിയുമായിരുന്നു. നൽകിയതാണ്. അപ്പോൾ നമുക്ക് വേണ്ടി നൽകി എന്നുള്ള ദൈവത്തിൻ്റെ നന്മയുടെ എത്ര മനോഹരമായ പ്രതീകാത്മകമായി ഈ സത്യത്തെ ലോക ചരിത്രത്തിൽ എന്നും നിലനിൽക്കുന്ന യാഥാർത്ഥ്യം, ക്രൂശ് തന്നെ അതിൻ്റെ അടയാളമായിട്ടാണ് ഇരിക്കുന്നത്. ക്രൂശിൻ്റെ വചനമെന്നാണ് ക്രൂശിനെ കുറിച്ച് പറയുന്നത്, അല്ലേ? സുവിശേഷത്തിൻ്റെ മഹത്വം അതാണ്. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ബോഷത്വം. പക്ഷെ ദൈവം തന്നെത്താൻ നമുക്കായി നൽകിയ സത്യത്തെ, ദൈവത്തിൻ്റെ നന്മയാണ് ഇത് വരച്ചു കാണിക്കുന്നതെന്ന് എന്നും നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇന്ന് കർത്താവിൻ്റെ മേശ ആചരിക്കുമ്പോഴും അത് ഓർക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ചില വചനങ്ങളിലൂടെ നമുക്ക് ഈ സത്യത്തെ ഉറപ്പിക്കാനായിട്ട് കടന്നു പോകാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ചില വചനങ്ങൾ നമുക്ക് വായിക്കും. നമ്മൾ സൃഷ്ടിയുടെ കാര്യം പറഞ്ഞു.
രണ്ടാമത്തത് നമ്മെ വീണ്ടെടുപ്പിൻ്റെ കാര്യമാണ് പറഞ്ഞത്. നമ്മളെ വീണ്ടെടുത്തു. അതാണ് കർത്താവ് ക്രൂശിലൂടെ നമ്മുടെ മുമ്പിൽ കാണിച്ച കാര്യത്തെക്കുറിച്ച്, തൻ്റെ സ്നേഹത്തെ പ്രകടമാക്കിയതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചത്. ഞാൻ ഈ വചനം ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പം പണ്ടെങ്ങോ പറഞ്ഞു മറന്നുപോയൊരു കഥ ഓർമ്മയിലേക്ക് വന്നു. ബൈബിളിൽ ഈ വെളിപ്പാട്, ദൈവത്തിൻ്റെ നന്മയുടെ വെളിപ്പാട് നമുക്ക് ലഭിക്കുമ്പോൾ കർത്താവ് നമ്മളെ വീണ്ടെടുപ്പിനെ കുറിച്ച് ഓർക്കുമ്പോൾ, വീണ്ടെടുക്കുക എന്ന പദം, റെഡീം എന്ന പദമാണ് നമ്മൾക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ആ പദത്തിലൂടെ പണ്ടെങ്ങോ പറഞ്ഞു മറന്നൊരു കഥയുണ്ട്. ആ കഥ ഒരു ബാലൻ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു ബോട്ട്, എങ്ങനെയോ വളരെ നല്ല മൂല്യമുള്ളൊരു ബോട്ടാണ്, നന്നായി ഉണ്ടാക്കി, നന്നായി പണിപ്പെട്ടു. എന്നതിന് ശേഷം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ബോട്ട് നഷ്ടപ്പെട്ടു, ഒലിച്ചുപോയി. അത് തിരിച്ച് ലഭിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് അന്വേഷണങ്ങൾ നടത്തി. ആ അന്വേഷണങ്ങളൊക്കെ വിഫലമായി വളരെ വിഷമിച്ചിരിക്കുമ്പോൾ താൻ ഒരു കടയിലൂടെ, ഏതോ ഒരു പട്ടണത്തിലൊരു കടയിലൂടെ കടന്നു പോകുമ്പോൾ താൻ ഉണ്ടാക്കിയ അതേ ബോട്ട് ആ കടയിലിരിക്കുന്നു. ആ കടയിലിരിക്കുന്ന ബോട്ട് ചുമ്മാതെ പോയി ആ പയ്യൻ എടുക്കാൻ പറ്റുമോ? ഇല്ല. തൻ്റെ സ്വന്തമായിരുന്നത് തനിക്ക് നഷ്ടപ്പെട്ടത് വില കൊടുക്കാതെ തിരിച്ചു വാങ്ങിക്കാൻ പറ്റത്തില്ല. ഇതാണ് സത്യത്തിൽ വീണ്ടെടുപ്പെന്ന പദം കൊണ്ട് ബൈബിൾ ഉപയോഗിക്കുന്നത്. അപ്പം ശ്രദ്ധിക്കണം, ഒരിക്കൽ തൻ്റെ സ്വന്തമായിരുന്നു. കഥ ഒരു സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത്. കഥ വിരൽ ചൂണ്ടുന്നത് എങ്ങനെയാണ്? ഒരിക്കലും ആ പയ്യന് പോയി അത് എടുക്കാൻ കഴിയില്ല. അപ്പോൾ കഥ പറയുന്നത് എങ്ങനെയാണ്? അതെങ്ങനെയെങ്കിലും വീണ്ടും പ്രാപിക്കാൻ, അവർ പറഞ്ഞ വില സമ്പാദിക്കാനായിട്ട് പയ്യൻ രാപ്പകലില്ലാതെ പ്രവർത്തിക്കാൻ സജ്ജമായി, തയ്യാറായി എന്നതാണ് കഥ. പോയി അധ്വാനിക്കുകയാണ്. ഇപ്പോൾ എങ്ങനെയെങ്കിലും എൻ്റെ സ്വന്തമായിരുന്നത് എനിക്ക് നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാനുള്ള ആഗ്രഹത്തോടെ. ഇത് ദൈവത്തിൻ്റെ ഹൃദയത്തെയാണ് കാണിക്കുന്നത്. നമ്മൾ സൃഷ്ടിയിലൂടെ ദൈവത്തിൻ്റെ സ്വന്തമായിരുന്നു. എന്നാൽ വീണ്ടെടുപ്പിലൂടെ നമ്മൾ 2 പ്രാവശ്യം ദൈവത്തിൻ്റെ സ്വന്തമായി. ഈ ഒരു വാക്കാണ് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിച്ചത്. അതുകൊണ്ട് we are twice God's by redeeming power of the cross. കർത്താവായ യേശുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടതിലൂടെ നമ്മൾ 2 പ്രാവശ്യം ദൈവത്തിൻ്റെ വകയാണ് എന്ന സത്യം നിങ്ങൾ ഓർക്കുമോ? നിങ്ങളുടെ ഹൃദയത്തിൽ കുറിച്ചിടുമോ എന്ന് ഞാനിത് ചോദിക്കുന്നു. Twice you belong to God. By creation, yes, ദൈവത്തിൻ്റെ സാദൃശ്യത്തെ സൃഷ്ടിച്ചു. വീണ്ടെടുപ്പിലൂടെ 2ാം പ്രാവശ്യവും ദൈവം വില കൊടുത്ത് നമ്മളെ വാങ്ങി. എത്രമാത്രം ദൈവത്തോടും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. we must belong to God. കർത്താവിനോട് ചേർന്നിരിക്കണം എന്ന കാര്യത്തെ ഇത് ഉറപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവേണ്ട പ്രതികരണമാണ്. അതിലേക്ക് ഞാൻ വരാം. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിലൂടെ ദൈവം, അപ്പോൾ വീണ്ടെടുപ്പിലൂടെ ദൈവം തൻ്റെ നന്മയെ നമുക്ക് കാണിക്കുകയാണ്. ദൈവത്തിൻ്റെ ആ മനസ്സാണ് കാണിക്കുന്നത്, ദൈവത്തിൻ്റെ സ്വഭാവത്തെയാണ് കാണിക്കുന്നത്. നീതിമാന്റെ മേലും നീതികെട്ടവരുടെ മേലും മഴയും മഞ്ഞും അയക്കുന്ന ആ ദൈവത്തിൻ്റെ നന്മയാണ് വചനത്തിലുടനീളം നമ്മൾ കാണുന്നത്. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിലൂടെ ആ വാക്യം നമുക്ക് കാണാതെ അറിയാം. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യമാണ്. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിലൂടെ, നമ്മുടെ എല്ലാ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിലൂടെ എന്നല്ല അതിൻ്റെ അർത്ഥം. വായിച്ചേ, വളരെ ഫേമസ് ആയ വാക്യം, മൈ ഗോഡ് ഷാൽ സപ്ലൈ all your need according to his riches in glory by Christ Jesus. ഇവിടെ ആ പശ്ചാത്തലം വെച്ച് ഭൗതിക ആവശ്യങ്ങളെ കുറിച്ച് ഒത്തിരി സ്ട്രെസ് ഇല്ലെങ്കിൽ പോലും നമ്മുടെ ദൈവം നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ഓരോ ദിനങ്ങളിലും നിറവേറ്റി തരുന്നവനല്ലേ? തീർച്ചയായിട്ടുമാണ്. നമുക്ക് അല്പമേ ഉള്ളുവെങ്കിലും നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റപ്പെടുന്നില്ലേ? നമ്മുടെ ജീവിതത്തിന് വേണ്ടതെല്ലാം തമ്പുരാൻ കരുതുന്നില്ലേ? ഇന്ന് വേണ്ട ആഹാരം കഴിച്ചില്ലേ? പ്രയാസമുള്ള സമയങ്ങൾ
ഉണ്ടായ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും എല്ലാ ദിവസവും അങ്ങനെയല്ലല്ലോ. എന്നെ ഇടയ്ക്കെങ്കിലും ഒരല്പം വേദനിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം, ഇന്ന് ഗസയിലെ ഒക്കെ ഈ റെഫ്യൂജി ക്യാമ്പുകളിലൊക്കെ താമസിക്കുന്ന ആളുകളെക്കുറിച്ച് അതിൽ ഏറ്റവും പ്രയാസമുള്ളൊരു കാര്യം, ഈ 600 പേർക്ക് ഒരു ടോയ്ലറ്റ് ഉപയോഗിക്കുന്ന ഒരു വിഷമമാണ്. വി cannot even think about it. നമ്മുടെ വീട്ടിലെ 3-4 പേരുണ്ട്, ഒരു ടോയ്ലറ്റ് ഉള്ളെങ്കിൽ പോലും ഉണ്ടാവുന്ന വിഷമം നമുക്കറിയാം. ജസ്റ്റ് ഇമാജിൻ 600 പേർക്ക് ഒരു ടോയ്ലറ്റ്. ചില അഭയാർത്ഥി ക്യാമ്പുകളിലെ അവസ്ഥയാണ്. നമ്മുടെ ആവശ്യങ്ങൾ, ഇനി അവർക്ക് വരുന്ന ഭക്ഷണം പോലും, അവർക്ക് വേണ്ടി ഒത്തിരി ഭക്ഷണങ്ങളൊക്കെ അന്തർദേശീയമായിട്ട് കൊടുക്കുന്നുണ്ട്, പക്ഷെ അത് അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അവർക്ക് ലഭിക്കുന്നത് അവർക്ക് ലഭിക്കാനുള്ള വഴി ഉണ്ടാവണം. അത് അപഹരിക്കപ്പെടുകയാണ് മറ്റുള്ളവർക്ക് വേണ്ടി. അതിന് വഴി വെക്കരുതേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പക്ഷെ നമ്മുടെ ആവശ്യങ്ങൾ ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കിയാൽ, നമ്മൾ താരതമ്യപ്പെടുത്തുന്നതിലാണ് നമുക്ക് പ്രയാസം. നമ്മളെക്കാൾ ഉള്ളവനെ താരതമ്യപ്പെടുത്തി നോക്കുമ്പോഴാണ് നമുക്ക് ഇല്ലായ്മ തോന്നുന്നത്. പക്ഷെ നമ്മൾ ലോകത്തിലുള്ള എത്രയോ ജനകോടികളുടെ മുമ്പിലാണെന്നുള്ള തിരിച്ചറിവ് പലപ്പോഴും നമുക്കില്ലാതെ പോകുന്നു. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നുണ്ട് എൻ്റെ പ്രിയരെ. ദൈവത്തിന് നന്ദി പറയാമോ? എനിക്ക് കയ്യിൽ നിന്ന് പൊക്കാൻ പറ്റുമല്ലോ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവം നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നതിലൂടെ ഇന്ന് എൻ്റെ ശാരീരികവും മാനസികവും ആത്മീയവുമായ സകല ആവശ്യങ്ങളും നിറവേറ്റി തരാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ് എന്നെണ്ണുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എനിക്ക് ആവശ്യമുള്ളത്, എൻ്റെ ആഗ്രഹങ്ങളെല്ലാം നടക്കണമെന്നൊന്നും നിർബന്ധമില്ല. പക്ഷേ എൻ്റെ ആവശ്യങ്ങൾ, വാട്ട് ഐ നീഡ്, എൻ്റെ ആവശ്യങ്ങൾ ദൈവം നിറവേറ്റി തരും. അത് നിറവേറ്റി ഇന്നു വരെ, ജനന ദിവസം മുതൽ ഇന്ന് വരെ അങ്ങനെ നമ്മെ നടത്തി. നമുക്ക് ജീവനുണ്ട് ഇന്ന്. ആ ഒരു കാരണം മാത്രം മതിയല്ലോ ദൈവത്തിന് നന്ദി പറയാൻ. യാതൊരു നിശ്ചയമില്ലാത്ത ഈ ലോകത്ത് തമ്പുരാൻ നമ്മളെ നടത്തുന്നല്ലോ, അതിന് നമുക്ക് നന്ദി പറയാം. ഓരോ ദിവസങ്ങളിലെ ആവശ്യങ്ങളും ദൈവസന്നിധിയിൽ ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്ക് മുട്ട് ഉണ്ടാകുന്ന ദിനങ്ങളുണ്ടെങ്കിലും എല്ലാ ദിനങ്ങളിലും എല്ലാ സമയങ്ങളിലും മുട്ടുണ്ടാവണമെന്നില്ല. അങ്ങനെ ദൈവം അനുവദിക്കും. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരും. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല. 365 ദിവസവും മുട്ടായിരിക്കണമെന്നില്ല. അങ്ങനെ ഒരിക്കലും ദൈവം അനുവദിക്കത്തില്ല. അതിനൊരു വഴി ദൈവം നിശ്ചയമായി തുറന്നു തരുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അതൊരു വാഗ്ദത്തമായി നിങ്ങൾ പിടിച്ച്, എൻ്റെ ആവശ്യങ്ങളിലെല്ലാം അങ്ങ് മതിയായവനാണ്, ഇന്ന് വരെ എന്നെ നടത്തിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ മുമ്പോട്ടുള്ള ദിവസത്തെ അഭിമുഖീകരിക്കാൻ, നാളെയുടെ ആവശ്യങ്ങളും ദൈവം അറിയുന്നു, ദൈവം അത് പ്രവർത്തിക്കും, ദൈവം എന്നെ നടത്തും എന്ന ബോധ്യത്തോടെ നമുക്ക് മുമ്പോട്ട് പോകാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ചില കാര്യങ്ങളൊക്കെ വിട്ടിട്ട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്കും കൂടെ നിങ്ങളുടെ വിരൽ നമ്മൾ സാധാരണമായി ചിന്തിക്കാത്ത ചില കാര്യങ്ങളെക്കുറിച്ച് കൂടെ പറയട്ടെ. ദൈവത്തിൻ്റെ നന്മയെക്കുറിച്ച് സദൃശ്യവാക്യങ്ങൾ 3:12 വാക്യം എന്താ പറയുന്നത്? നമ്മൾ അച്ചടക്കത്തെക്കുറിച്ചാണ് പറയുന്നത്, ഡിസിപ്ലിൻ ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നു. അപ്പൻ ഇഷ്ടപുത്രനോട് ചെയ്യുന്നത് പോലെ യഹോവ താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഇതേ കാര്യം തന്നെ മറ്റൊരു വിധത്തിൽ എബ്രായ ലേഖനം 12 പറയുന്നു. അപ്പൊ നമ്മളെ ശിക്ഷിച്ച് വളർത്തുന്നതിലൂടെ ദൈവം, ഞാൻ നിന്റെ അപ്പനാടാ, നിന്നെ നന്മയിൽ തന്നെ നീതിപാതയിൽ തന്നെ ഞാൻ നടത്തും എന്ന് പറയുന്നത് നന്മയാണോ എന്ന് നിങ്ങൾ ചിന്തിക്കൂ. ഇറ്റ് ഈസ് സംടൈം ഡിസിപ്ലിൻ ഡിഫിക്കൽട്ടാണ്. ഞാനവിടെ ഒത്തിരി പുഷ് ചെയ്യുന്നില്ല. അപ്പം നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ചലഞ്ചസ് ഉള്ളപ്പോൾ, ആ റിയാലിറ്റി ഉള്ളപ്പോൾ, അത് ദൈവം എൻ്റെ അപ്പനാണ് എന്നതിൻ്റെ മറ്റൊരു തെളിവായിട്ട് കാണാൻ നമുക്ക് കഴിയുന്നുണ്ടോ?
അത് നമ്മുടെ ഒരു സുരക്ഷിതത്വമായി കാണാൻ കഴിയുമോ? പലപ്പോഴും നമുക്കതിന് കഴിയുന്നില്ല. ഈസി ഗോയിങ് മാത്രമാണ് ദൈവത്തിൻ്റെ നന്മയെന്ന് ചിന്തിക്കുന്ന ഒരു ലോകത്താണ് ജീവിക്കുന്നത്. നമ്മൾ പല തരങ്ങളിലുള്ള അച്ചടക്കങ്ങളിലൂടെ നമ്മളെ വിധേയപ്പെടുത്തി കർത്താവ് നടത്തുമ്പോൾ അത് നമ്മൾ പുത്രത്വത്തിനുള്ള, നമ്മൾ പുത്രന്മാരാണ് പുത്രിമാരാണ് എന്നതിൻ്റെ ഒരു തെളിവായി കാണുന്നുണ്ടോ എന്നൊരു ചോദ്യം ഞാൻ മുമ്പോട്ട് വയ്ക്കുകയാണ്. അപ്പൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കും, പക്ഷെ ഒരിക്കലും കൊല്ലാൻ വേണ്ടി ഒരപ്പനും ശിക്ഷിക്കില്ല. അടിച്ചാലും താങ്ങുന്ന കരുണയുള്ള കരത്തോടെ മാത്രമേ എൻ്റെ തമ്പുരാൻ അടിക്കൂ എന്ന ബോധ്യമുള്ളവർക്കായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അപ്പോൾ ഹി വിൽ ഡിസിപ്ലിൻ us. അപ്പോൾ നമ്മളെ ചില അച്ചടക്കങ്ങൾക്കൊക്കെ വിധേയമാക്കുന്നതിലൂടെയും ദൈവത്തിൻ്റെ നന്മയാണ് അത് എന്ന തിരിച്ചറിവോടെ ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കണം. അതും ദൈവത്തിൻ്റെ നന്മയുടെ ഒരു തെളിവായി നമുക്ക് കാണണം. ബിക്കോസ് ഗോഡ് ഈസ് മൈ ഫാദർ ആൻഡ് ഹി വുഡ് ഡിസിപ്ലിൻ ദോസ് whom he loves. ദൈവം എൻ്റെ പിതാവാണ്. ആ സ്നേഹിക്കുന്ന മക്കളെ പിതാവ് അച്ചടക്കത്തിന് വിധേയമാക്കും. അപ്പോൾ അതുകൊണ്ട് അതിന് നന്ദി പറഞ്ഞുകൊണ്ട് മൂവ് ചെയ്യാം. പക്ഷേ എന്നെ കൊല്ലാൻ വേണ്ടി തമ്പുരാൻ ഒരിക്കലും അടിക്കില്ല എന്ന ബോധ്യവും അപ്പം തന്നെ ഉണ്ടാവണം. അപ്പൻ്റെ കരമാണ്. പണ്ട് തമാശയ്ക്കാണെങ്കിലും പറയും, തള്ള ചവിട്ടിയ പിള്ളയ്ക്ക് അത് വാസ്തവത്തിൽ there is a point in it. എന്താണ് ആ പോയിന്റ്? എന്താണ് ആ പോയിന്റ് എന്ന് പറയുന്നത്? ആ ലിമിറ്റ്, ആ കൃത്യമായ കരുതലോടെയാണ് ശിക്ഷിക്കുന്നത്. ആൻഡ് ഗോഡ് വിൽ ഓൾസോ, മാനുഷികമായിട്ട് അങ്ങനെയാണെങ്കിൽ എത്രമാത്രം കൃത്യതയോടെ ആയിരിക്കും തമ്പുരാൻ ചെയ്യുന്നത്. നൗ ഹി വിൽ നെവർ മേക്ക് എ മിസ്റ്റേക്ക് ഈവൻ ഇൻ ഡിസിപ്ലിനിങ് യു. നമ്മളെ ഡിസിപ്ലിൻ ചെയ്യുന്ന കാര്യത്തിൽ പോലും ഹി cannot make an iota of mistake. ഒരല്പം പോലും, അണുവിട പോലും തെറ്റ് വരുത്താൻ തമ്പുരാന് കഴിയില്ല. അതായിരിക്കട്ടെ നമ്മുടെ ബോധ്യം. ബിക്കോസ് ഹി ഈസ് എ ലവിങ് ഫാദർ. ഹല്ലേലൂയ. വചനം ശ്രദ്ധിക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇനി ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ നന്മയുടെ മറ്റൊരു കാര്യം, മറ്റൊരു ആംഗിള് ഞാൻ അവിടെ കാണിക്കാൻ വേണ്ടി പോവുക. ആ വാക്യം നമ്മൾ വായിക്കുന്ന പൊതുവായ ചില വാക്യങ്ങളാണെന്ന് ശ്രദ്ധിച്ചാട്ടെ. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. ആവർത്തന പുസ്തകം, അവനെ ഭയപ്പെടേണ്ടതിനും നീ ദീർഘായുസ്സോടെ ഇരിക്കേണ്ടതിനുമായി നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് ഉപദേശിച്ചു തരുവാൻ കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളും ചട്ടങ്ങളും വിധികളും ഇവയാകുന്നു. മതി, അത് മാത്രം മതി. അപ്പം നീ ദീർഘായുസ്സോടിരിക്കേണ്ടതിന് നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് ഉപദേശിച്ചു തരുവാൻ കൽപ്പിച്ചിട്ടുള്ള ചട്ടങ്ങളും കൽപ്പനകളും വിധികളും ഇവ ആകുന്നു. ഇതിൽ എന്താ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? നമ്മൾ ഈ വാക്യം വായിക്കുമ്പം ഞാൻ സ്വാഭാവികമായിട്ടൊരു ചോദ്യം ചോദിക്കുക. ഈ നിയമങ്ങളൊന്നും ഇല്ലാതിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു മോഡേൺ ജനറേഷൻ ഉണ്ട്. ഒരു റെസ്ട്രിക്ഷനും ഇല്ലായിരുന്നെങ്കിൽ. Now, is it good or bad? You tell. യാതൊരു നിബന്ധനകളും യാതൊരു ചട്ടങ്ങളും ഇല്ലായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അത് നല്ലതാണോ മോശമാണോ? അത് നല്ലതല്ല. ട്രാഫിക് ഇല്ലായിരുന്നെങ്കിൽ 100 അപകടം ഉണ്ടാവേണ്ട സ്ഥാനത്ത് കുറച്ചേ ഉണ്ടാകത്തുള്ളൂ. നിയമങ്ങൾ ഉള്ളത് കൊണ്ടാണ് അത് ഉണ്ടാവാത്തത്. അപ്പൊ ആ ചിന്തയോടെ ഈ വചനം ഒന്ന് വായിച്ചേ. അപ്പോൾ ഇവിടെ എന്താണ് ദൈവത്തിൻ്റെ നന്മയെന്ന് നിങ്ങൾ പറയണം. എന്താണ്? നീ ദീർഘായുസ്സോടിരിക്കേണ്ടതിന്. ഈ ദീർഘായുസ് എന്നുള്ളത് മനുഷ്യൻ ഒരു 100-120 വർഷം വരെ ജീവിക്കുന്ന കാര്യത്തെക്കുറിച്ച് മാത്രമല്ല. ഐ ബിലീവ് ഇറ്റ് ഈസ് ആൻ ഇറ്റേണൽ ലൈഫ്. നീ ദീർഘായുസ്സോടിരിക്കേണ്ടതിന്, അതായത് നമ്മളെ ശരിക്കും ജീവിപ്പിക്കേണ്ടതിന്, നമുക്ക് തന്നിരിക്കുന്ന നിയമങ്ങളും ചട്ടങ്ങളും കൽപ്പനകളും. അപ്പൊ ദൈവം തൻ്റെ വിധികളും കൽപ്പനകളും ചട്ടങ്ങളും നമുക്ക് തന്നത് ഒരു നന്മയായി കാണുമോ തിന്മയായി കാണുമോ? റെസ്ട്രിക്ഷൻ ഉള്ളത് നല്ലതാണോ തീയതാണോ? അതാണ് എൻ്റെ ചോദ്യം. ഇനി പറഞ്ഞാട്ടെ, വചനം ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞാട്ടെ, ഈ വചനം എൻ്റെ നന്മയാണ്,
ഈ വിധികൾ എൻ്റെ നന്മയ്ക്കായിട്ടാണ്. ഞാൻ ദീർഘായുസ്സോടിരിപ്പാനാണ്, ഞാൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനാണ്, ഞാൻ ആത്മശക്തി പ്രാപിക്കേണ്ടതിനാണ്, എൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്, എൻ്റെ നന്മയ്ക്കായിട്ടാണ്. ഇതനുസരിക്കാൻ നമ്മൾ എത്രമാത്രം പരമാർത്ഥത കാണിക്കാൻ നമ്മളുടെ ആ ഡിലിജൻസ് നമ്മളിൽ വളരണം. അതിൻ്റെ പ്രതികരണത്തിലേക്ക് വരുമ്പോൾ നമുക്കത് ചിന്തിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ചിന്തിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ നന്മകളും ദൈവത്തിൻ്റെ ചട്ടങ്ങൾ, വിധികളും പ്രമാണങ്ങളും നമുക്ക് തന്നതിലൂടെ ദൈവത്തിൻ്റെ നന്മയെ വെളിപ്പെടുത്തുക കർത്താവ് ചെയ്തത്. അവൻ എതിലേലും പോയി നശിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന നിവൃത്തികേട് കൊണ്ട് മക്കളെ നോക്കി അങ്ങനെ പറയുന്ന അപ്പനമ്മമാരിന്നുണ്ട്. തമ്പുരാൻ അങ്ങനെ പറയുന്നില്ല. ഓരോ വിധികളും ചട്ടങ്ങളും കൽപ്പനകളും നമുക്ക് തന്നത് നാം ജീവൻ പ്രാപിക്കേണ്ടതിനാണ്, നാം സുരക്ഷ പ്രാപിക്കേണ്ടതിനാണ്. അതോർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഈ ഒരു കാഴ്ചയോടെ വിധികളെയും ചട്ടങ്ങളെയും കാണാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇറ്റ്സ് ഫോർ മൈ സേഫ്റ്റി, ഇറ്റ്സ് ഫോർ മൈ ഗുഡ്നസ്. ആ നിലയിൽ കാണുമ്പോൾ ഇതനുസരിക്കാനുള്ള ഒരു വ്യഗ്രത നമ്മുടെ ഉള്ളിൽ വരും എന്ന് ഞാൻ പറയട്ടെ. അല്ലാതെ ഇതൊരു ഭാരമായി കാണുമ്പോൾ നമുക്കിത് അനുസരിക്കാൻ തോന്നത്തില്ല. ശരിയാണോ? കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ. പറഞ്ഞാട്ടെ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അടുത്ത വാക്യം പറയുന്നത് എന്തുവാ? അവിടെ എൻ്റെ നുകം മൃദുവും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഒരു ഭക്തൻ പറഞ്ഞത് എൻ്റെ മനസ്സിൽ ഇന്നും മുഴങ്ങുന്നുണ്ട്. എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ നുകം, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കർത്താവിൻ്റെ പുറകെ പോകാൻ കർത്താവിൻ്റെ നിയമങ്ങൾ മൃദുവും ലഘുവുമാണോ സത്യത്തിൽ? ന്യായപ്രമാണത്തെക്കാൾ വാസ്തവത്തിൽ കഠിനമാണ് പുതിയ നിയമത്തിൻ്റെ ഉപദേശം. ശരിയാണോ അല്ലയോ? ന്യായപ്രമാണത്താൽ ഒരു ജഡവും നീതീകരിക്കപ്പെട്ടിട്ടില്ലെന്നാണ് ബൈബിൾ പറയുന്നത്. അപ്പോൾ പിന്നെ കർത്താവിൻ്റെ അതിനേക്കാൾ സ്റ്റാൻഡേർഡ് കൂടിയ ഒരു നിയമത്തിന് നമ്മൾ ആരെങ്കിലും രക്ഷപ്പെടുമോ? പക്ഷെ പിന്നെ എന്താ കർത്താവ് മൃദുവാണ്, ലഘുവാണ് എന്ന് പറഞ്ഞത്? ഒരു ഭക്തൻ പറഞ്ഞത് ഇങ്ങനെയാണ്, പരിശുദ്ധാത്മാവ് വിഷയം നമ്മളോട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് ധ്യാനിക്കാം. ഒരു ഭക്തൻ പറഞ്ഞത്, ഇതിൽ ഭാരം കൂടിയ ഒരു നുകം വെച്ച് കൊടുക്കുമ്പം അതിൽ ഭാരം കൂടിയത് കർത്താവ് ഏറ്റെടുക്കും. എന്നിട്ട് പേരിന് ചില കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ കാണിക്കുന്നത് പോലെ നമ്മൾ പിടിക്കും, പക്ഷേ അവർ വിചാരിക്കുന്ന അവരാ പിടിക്കുന്നതെന്ന് എന്നതുപോലെ ക്രിസ്തു നമ്മിലൂടെ ജീവിക്കുന്ന പരിശുദ്ധാത്മാവിൽ അതാ ശരിക്കും സംഭവിക്കുന്നത്. ദൈവകൽപ്പന ഒന്നും ഭാരമായിട്ട് തോന്നത്തില്ല. ഇറ്റ് ബിക്കംസ് സോ ലൈറ്റ് ബിക്കോസ് ഭാരം കൂടിയത് കർത്താവ് വഹിക്കും. എനിക്ക് അനുസരിക്കാൻ പ്രയാസമാണ് കർത്താവ്, ഇതെനിക്ക് അനുസരിക്കാൻ ഇത്തിരി പ്രയാസമാണ്, എന്നെ സഹായിക്കണമെന്ന് പറയുമ്പോൾ നമ്മെ സഹായിക്കാൻ സന്നദ്ധതയുള്ള ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ടാണ് ഭാരം ലഘുവാകുന്നത്. ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് വുഡ് എനേബിൾ അസ്, നമ്മളെ ശക്തീകരിച്ച് നമ്മളെ അനുസരിപ്പിക്കുമാറാക്കുന്ന, ഹൃദയത്തിൽ നിന്ന് അനുസരിപ്പിക്കാൻ സഹായിക്കുന്നത് കൊണ്ട് ആ ഭാരം ലഘുവാകുന്നു എന്നൊരു ഭക്തൻ പറഞ്ഞത് എൻ്റെ ചിന്തയിൽ ഇന്നും മുഴങ്ങുന്നു. അതുകൊണ്ട് അനുസരിക്കാൻ പ്രയാസമുള്ള ഏതെങ്കിലും ഒരു കൽപ്പന നിങ്ങൾ ദൈവവചനത്തിൽ കാണുന്നുണ്ടെങ്കിൽ, കർത്താവേ എനിക്ക് കഴിയുന്നില്ല, എന്നെ സഹായിക്കണമെന്ന് പരമാർത്ഥതയോടെ പ്രാർത്ഥിക്കുമെങ്കിൽ God will help you. And may God have mercy on us. ദൈവം നമ്മളോട് കരുണ കാണിച്ച് നമ്മളെ അതിനെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ചിന്തിക്കാം. 103-ാം സങ്കീർത്തനത്തിൻ്റെ 9-ാമത്തെ വാക്യം, 103-ാം സങ്കീർത്തനത്തിൻ്റെ 9-ാം വാക്യം പറയുന്നത്, അവൻ എല്ലായ്പ്പോഴും ഭത്സിക്കുകയില്ല, എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല. അപ്പം എല്ലായ്പ്പോഴും ഭത്സിക്കുകയില്ല, എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല. What do we say in English? He will not always chide, neither will he keep his anger. മറ്റു വിധത്തിൽ പറഞ്ഞാൽ, he will not always accuse us.
നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയില്ല. മാനുഷികമായിട്ട് നമ്മളെല്ലാവരും അങ്ങനെയാണ്. മക്കളാണെങ്കിൽ പോലും നമ്മൾക്ക് പെട്ടെന്ന് അവർ തെറ്റ് കാണിക്കുമ്പം കുറ്റപ്പെടുത്താനാണ് നമുക്ക് വ്യഗ്രത. നീ ഇങ്ങനെ ചെയ്തില്ലല്ലോ, നിനക്കിങ്ങനെ ചെയ്തുകൂടായിരുന്നോ, ഇതല്ലേ നമ്മുടെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള പ്രതികരണം. നമ്മളെല്ലാം അങ്ങനെയുണ്ട്. വി ഓൾ ഓൺ ദ സെയിം ബോട്ട്. നിനക്ക് കുറച്ചുകൂടെ ചിന്തിക്കാൻ പാടില്ലായിരുന്നു. Am I right? ശരിയാണോ ഞാൻ പറയുന്നത്? പക്ഷേ ഗോഡ് എപ്പോഴും നമ്മളെ അക്യൂസ് ചെയ്തുകൊണ്ടിരിക്കില്ലെന്ന്. ബൈബിളിൽ 24 മണിക്കൂറും അക്യൂസറായ ഒരാളുണ്ടെന്നാണ് വെളിപ്പാട് പുസ്തകം പറയുന്നത്. അവൻ്റെ പേരെന്താ? സൈറ്റൻ. നമ്മൾ അന്യോന്യമാണെങ്കിൽ നമ്മൾ അക്യൂസ് ചെയ്യുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ പിശാചിനെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത് വേറെ, കറക്റ്റ് ചെയ്യേണ്ടത് ചെയ്യുക തന്നെ വേണം. പക്ഷേ അക്യൂസിങ് മോഡല്ല അഭികാമ്യം. കറക്ഷനിൽ നമ്മൾ കറക്റ്റ് ചെയ്യാനാണ് അക്യൂസ് ചെയ്യുന്നത് സത്യത്തിൽ. പക്ഷേ ഈ അക്യൂസ് ചെയ്യുന്നതിലൂടെ ഒരു മൃഗം പോലും ഒന്നും പഠിക്കില്ലെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഞാൻ വീണ്ടും പറയാം, നിങ്ങൾ ഡോഗ് ട്രെയിനേഴ്സിനെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കുതിരകളെ മെരിക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? അവരെല്ലാം അക്യൂസ് ചെയ്തിട്ടല്ല, അടി കൊടുത്തിട്ടാണ്. നമുക്ക് നാച്ചുറലായിട്ട് ട്രെയിനേഴ്സ് അടി കൊടുത്തിട്ടല്ല പഠിപ്പിക്കുന്നത്. ഒരു കാര്യം പഠിപ്പിച്ചിട്ട് ഒരു മുറി ബിസ്ക്കറ്റ് കൊടുത്ത് ഒന്ന് തലോടി കഴിയുമ്പം അത് പഠിക്കുമെന്നാ. ഒരു മൃഗം പോലും അങ്ങനെയാണ് പഠിക്കുന്നത്. ഡോക്ടർ ബിസ്മി ചിരിക്കുന്നു. അതിനോട് ഹല്ലേലൂയ. ശ്രദ്ധിക്കുന്നവർക്കായിട്ട് പണ്ടാണെങ്കിൽ അവാനയിലെ റിവാർഡ് പ്രോഗ്രാം ഇപ്പോഴും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രതിഷ്ഠ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. റിവാർഡ് പ്രോഗ്രാം ഇറ്റ്സ് ആക്ച്വലി എ ബിബ്ലിക്കൽ പാറ്റേൺ. കുഞ്ഞുങ്ങൾക്ക് അനുസരിക്കാൻ നമ്മൾ അഭിനന്ദിക്കുമ്പോൾ യു ട്രൈ ദാറ്റ് മെത്തേഡ്. അക്യൂസിങ് അല്ല, അഭിനന്ദനമാണ് എ ബെറ്റർ മെത്തേഡ് ഓഫ് ലേണിംഗ്. ഇത് ശാസ്ത്രീയമായിട്ട് തെളിയിച്ച ഒരു യാഥാർത്ഥ്യമാണ്. നമ്മളും ബിബ്ലിക്കലായിട്ട് പറയുമ്പോൾ ദൈവം തമ്പുരാൻ നമ്മളെയും എപ്പോഴും അക്യൂസ് ചെയ്യുന്നില്ല. സെർട്ടൻലി ഹി വുഡ് ഡിസിപ്ലിൻ us. പക്ഷേ എപ്പോഴും കർത്താവിൻ്റെ മോഡ് എപ്പോഴും അക്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല. അപ്പം നമ്മൾ എപ്പോഴും അക്യൂസ് ചെയ്യാതിരിക്കുന്നതിലൂടെ നമ്മളെപ്പോഴും ഓരോ തരങ്ങളിലുള്ള പല പ്രയാസങ്ങളും നമ്മളെ ബാധിക്കുന്നത്, നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്ത ഭാരം നമ്മൾ വഹിക്കുന്നതിന് കാരണം ഈ അക്യൂസേഷൻ. മനുഷ്യരാണെങ്കിലും 10 പേര് നമ്മളെ അക്യൂസ് ചെയ്തുകൊണ്ടിരുന്നാൽ ഒരാളെ വട്ടനാക്കാൻ 10 പേര് മതിയെന്നാണ് പറയുന്നത്. 10 പേര് വട്ടനെന്ന് പറഞ്ഞ് ചുറ്റും കൂടിക്കുക, നമുക്ക് കുറച്ച് ചിന്തിക്കും ശരിക്കും എനിക്ക് വട്ടാണോ എന്ന് നമുക്ക് തോന്നിപ്പോവും. നോ, ദാറ്റ് ഈസ് ട്രൂ. മിടുക്കനാണ് എന്ന് 10 പേരെന്ന് പറഞ്ഞ് ഓട്ടോമാറ്റിക്കലി there is ആ ഒരു ഗ്രേസ്, ആ ഒരു സ്പിരിറ്റ് നമ്മളെ ബാധിക്കുന്നത് പോലെ നമ്മൾക്ക് അനുഭവപ്പെടും. ക്രിസ്തീയ ലോകത്ത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് അതാവട്ടെ. നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ മക്കളെ ട്രെയിൻ ചെയ്യുന്നതിൽ എപ്പോഴും കറക്റ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞില്ല. എപ്പോഴും അക്യൂസിങ് മോഡ് നമ്മളങ്ങ് സ്വിച്ച് ഓഫ് ചെയ്ത് മറ്റൊരു മോഡ് നമ്മൾ സ്വീകരിക്കുന്നതാണ് ഉത്തമം. ബിബ്ലിക്കൽ പാറ്റേൺ അതാണ്. അതിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങൾ ബെറ്ററായിട്ട് പഠിക്കും. ആ സത്യങ്ങൾ അവരിൽ നിലനിൽക്കും. നമ്മുടെ സ്വർഗത്തിലെ അപ്പനും അതാ ചെയ്യുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. He will not always accuse us. അത് ദൈവത്തിൻ്റെ നന്മയായിട്ട് കാണുന്നുണ്ടോ? നമ്മളായിരിക്കുന്ന പോലെ just as we are, we can go to God and just connect and humble. നമ്മളെ തന്നെ താഴ്ത്താൻ, ദൈവമായിട്ട് കണക്ട് ചെയ്യാൻ, കർത്താവിനോട് ചേർന്നിരിപ്പാൻ, പറ്റിയിരിപ്പാൻ നമുക്ക് കഴിയും. നമുക്കിപ്പോൾ കഴിയും. നമുക്കെപ്പോഴും കഴിയും. നമ്മളെ കുറ്റപ്പെടുത്തുന്ന ഒരു ന്യായാധിപനെ പോലെ അല്ല കർത്താവ് നമ്മളോട് ഇടപെടുന്നത്. അങ്ങനെ ഇടപെടുന്ന ന്യായവിധി സമയങ്ങൾ ലോകത്തിന് വരുന്ന, പക്ഷേ ഇപ്പോൾ നമ്മളോട് എപ്പോഴും നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ന്യായാധിപനെ പോലെ അല്ല ഇടപെടുന്നത്. അങ്ങനെ ഇടപെടാൻ അർഹതയുള്ള ഒരുവൻ ദൈവമാണ്. പക്ഷേ he doesn't do it. ശ്രദ്ധിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു.
ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നന്മയുടെ മറ്റൊരു പ്രകടമായ പത്രിക ഒരെണ്ണം കൂടെ പറഞ്ഞ് മേ ബി വി മസ്റ്റ് കൺക്ലൂഡ് ഐ സപ്പോസ്. എബ്രായ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം. ദൈവത്തിൻ്റെ നന്മയുടെ പ്രകടമായ മറ്റൊരു രീതി. എബ്രായ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം. ആ വാക്യം വായിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാനായിട്ട് കഴിയും എന്താണ് കർത്താവ് സദാ ജീവിച്ചിരിക്കുന്നവൻ. Now the ministry of intercession നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മുടെ പിതാവ് സൽഗുണപൂർണനാണ്, ദൈവത്തിൻ്റെ സ്വഭാവമാണ് നമ്മൾ വചനത്തിലൂടെ കാണുന്നത്. നമ്മളും പ്രതികരണത്തിലേക്ക് വരുമ്പം മറ്റൊരു മെസ്സേജിൽ ഞാനത് നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ചിന്തിക്കുന്നു. ശ്രദ്ധിക്കൂ, ഇവിടെ ഇന്റർസെഷൻ, മധ്യസ്ഥത ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്? കർത്താവ് നമുക്ക് വേണ്ടി സദാ മധ്യസ്ഥത ചെയ്യുന്നു. ആരും നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നില്ലെങ്കിൽ ഒരാൾ ചെയ്യുന്നുണ്ട്, അത് കർത്താവാണ്. അത് എപ്പോൾ ചെയ്യുന്നു എന്നാ, ഏത് സമയത്ത് ചെയ്യുന്നു എന്നാ? സദാ ചെയ്യുന്നു. അങ്ങനെയാണോ അവിടെ പറയുന്നത്? അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക്, കർത്താവ് മുഖാന്തരം ദൈവത്തോട് അടുത്തു വന്നവരല്ലേ നമ്മൾ ഓരോരുത്തരും. അവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവൻ. ആരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല, എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നില്ല എന്ന് കംപ്ലൈൻ്റ് ആരും പറയണ്ട. യേശു നമുക്കായി പക്ഷപാതം ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മക്കളെന്ന നിലയിൽ കർത്താവിൻ്റെ സ്വഭാവത്തോട് അനുരൂപമാകുന്ന നമ്മളും, രാജകീയ പുരോഹിത വർഗമായി തിരഞ്ഞെടുക്കപ്പെട്ട നമ്മളും ആ ശുശ്രൂഷ നിർവഹിക്കുന്നു. കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുമ്പം മറ്റൊരു പര്യായം അവിടെ വരിക. അത് നമ്മളും മറ്റൊരാൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാനുള്ള മനസ്സ് നമുക്കുണ്ടാവും. ഈ മനസ്സ് കർത്താവിനെ പോലെ ഉണ്ടാവുന്നില്ലെങ്കിലും കുറച്ച് ആ വ്യക്തിയെ അനുഗ്രഹിക്കണമേ. ആ വ്യക്തിയുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തണമേ. ഈ വ്യക്തിയുടെ ആത്മീയ ജീവിതത്തെ ശക്തിപ്പെടുത്തണമേ. എല്ലാവരും ജ്വലിക്കുന്നവരാക്കി തീർക്കണമേ. ബലഹീനരല്ല, ബലമുള്ളവരായി. നമ്മുടെ കൂട്ടായ്മയിൽ ഓരോരുത്തരും ബലഹീനർ, ഒന്നും അവരുടെ മധ്യത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് പോലൊരു കൂട്ടമാക്കി ഞങ്ങളെ തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. You and me, we have to do it. ദൈവത്തിൻ്റെ നന്മയുടെ ചില ചിത്രങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. ഇതേത് സത്യത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ഇടപെട്ടു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. God is good all the time. ഞാൻ ഈ വചനഭാഗം പങ്കുവയ്ക്കുമ്പം എപ്പോഴും വചനം ഏതാണ് പറയേണ്ടതെന്നുള്ളൊരു കാഴ്ചപ്പാട് ദൈവത്തോട് ചോദിക്കാറുണ്ട്. കർത്താവ് ഏത് ഭാഗമാണ് പറയേണ്ടത്? ചില സമയങ്ങളിൽ നമുക്ക് ഫെമിലിയറായൊരു കാര്യം വരും, ചില സമയങ്ങളിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം കൂടെ ക്രോഡീകരിക്കാൻ പറ്റാറില്ല. അപ്പോൾ രാത്രിയിലൊക്കെ കിടന്നുറങ്ങുമ്പോഴും ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കും. ഇപ്പം എന്താ വെളുപ്പാങ്കാലത്തും ഞാൻ ഇതിനെക്കുറിച്ച് ഈ വേദഭാഗം മനസ്സിലിങ്ങനെ ചിന്തിച്ചുകൊണ്ടും ധ്യാനിച്ചുകൊണ്ടുമായിരിക്കുമ്പോൾ കിടക്കുക തന്നെയാണ്. ഐ ലൈ ഡൗൺ ആൻഡ് ആ ബോധമുണ്ട്. ചില സമയങ്ങളിൽ എഴുന്നേൽക്കും. പക്ഷെ ഞാൻ അങ്ങനെ കിടക്കുന്ന സമയത്ത് ഒരു കാര്യം എൻ്റെ ഓർമ്മയിലേക്ക് വന്നു. ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ വെളിച്ചം ദൈവം സൃഷ്ടിച്ചു അല്ലേ? പക്ഷെ ഇരുട്ടിനെ സൃഷ്ടിച്ചതായിട്ട് ബൈബിൾ പറയുന്നുണ്ടോ? ആഴത്തിൻ്റെ മീതെ ഇരുൾ ഉണ്ടായിരുന്നു എന്നേ പറയുന്നുള്ളൂ. അതാ നാം ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത്. ഇരുട്ടിനെ ദൈവം സൃഷ്ടിച്ചില്ല, അതുണ്ടായിരുന്നു. പക്ഷെ ഇരുട്ടും വെളിച്ചവും ഉപയോഗിച്ചാണ്
നോക്കിക്കേ, ഞാനിങ്ങനെ വിശ്രമിക്കുമ്പോൾ ഓർത്തു, ഇരുട്ടില്ലാത്തൊരു ലോകം. ലോകത്തിലെ ചില നാട്ടിൽ ഇരുട്ടില്ല എന്നുള്ള പ്രശ്നം, ചില നാട്ടിൽ വെളിച്ചവും കുറവാണ്. ഇത് രണ്ടും പ്രോബ്ലമാണ്. ഇരുട്ടില്ലാത്തൊരു ലോകം എന്ന് ചിന്തിച്ച് നോക്കിയേ. ഇരുട്ടില്ലാത്ത രാത്രി, അത് ഒരു റിയാലിറ്റിയാണ്. ആബ്സെൻസ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് രാത്രിയാണ്. പ്രകാശത്തിൻ്റെ അഭാവം എന്താണ്? ഇരുട്ടാണ്. പക്ഷേ ഈ ഇരുട്ട് നമുക്ക് വിശ്രമിക്കാൻ രാത്രി കാലങ്ങൾ ദൈവം ക്രമീകരിച്ച്, ഇരുട്ടിൻ്റെ അവസ്ഥ ക്രമീകരിച്ച്, ഇനി വെളിച്ചം, ഇനി ഇരുട്ട് തീരെ വെളിച്ചം എപ്പോഴും കിടക്കുന്ന നാട്ടിലാണെങ്കിൽ അവർ കട്ടികൂടിയ കർട്ടൻ ഉപയോഗിച്ചിട്ട്, ഒരുപാട് ലെയർ കർട്ടനുകൾ ഉപയോഗിച്ച് വെളിച്ചകത്തെ കിടക്കാൻ ഇരുട്ട് സൃഷ്ടിച്ചിട്ടാണ് ഉറങ്ങുന്നത്. കാരണം വിശ്രമിക്കാൻ നമുക്ക് എന്ത് വേണം? ഇരുട്ട് വേണം. ഇരുളും വെളിച്ചവും ഉപയോഗിച്ച് ആണ് ദൈവം മഹത്തായ ചില കാര്യങ്ങൾ ചെയ്യുന്നത് എന്നൊരു കാഴ്ചപ്പാട് എൻ്റെ മനസ്സിലേക്ക് വന്നു. എല്ലാ തിന്മകൾക്കും എന്നേക്കുമായി ദൈവം ഒരു പരിഹാരം ഒരുക്കിയിട്ടുണ്ട്. ലോകം നിറച്ച് തിന്മകൾ നിറഞ്ഞ ഒരു ലോകമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വചനം ധ്യാനിച്ചപ്പോഴും ഒരു കാര്യം നമ്മൾ ഈ ഭാഗം വന്നു. ജോസഫ് പറഞ്ഞ ഒരു വാക്ക്, ജോസഫ് പറഞ്ഞെന്താണ്? യു മെന്റ് ഇറ്റ് ഫോർ ഈവിൾ. നിങ്ങൾ തിന്മയ്ക്കായിട്ടാണ് ചെയ്തത്, പക്ഷെ ദൈവം അത് നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിച്ചു. അപ്പൊ തിന്മകൾ ഒരു റിയാലിറ്റി ആകുമ്പോൾ തന്നെ ദൈവം സദാ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. കോൺസ്റ്റന്റ്ലി ഹി ഈസ് ആക്ച്വലി നന്മയിലേക്ക് കാര്യങ്ങളെ നയിക്കുകയാണ്. ഞാൻ ഈ ലോകത്തിലെ കാർബൺ എമിഷനെ കുറിച്ച് എപ്പോഴും ചിന്തിക്കും. മനുഷ്യൻ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള വേസ്റ്റുകൾ, കാർബൺ എമിഷൻസ്, ഇത്രയൊക്കെ പൊല്യൂഷൻ്റെ റേറ്റുകളൊക്കെ കേൾക്കുമ്പം നമ്മൾ തല കറങ്ങിപ്പോകും. എന്നിട്ടും നമുക്കൊക്കെ ശ്വസിക്കാനും ജീവിക്കാനും കഴിയുന്നുണ്ടല്ലോ എന്നതാണ്. അതെന്തുകൊണ്ടാണ്? തമ്പുരാൻ ഇതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി പൊല്യൂട്ട് ചെയ്യുന്ന മനുഷ്യനിതിനെ ഈ ലോകത്തെ പൊല്യൂട്ട് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടുത്തെ ഓക്സിജന്റെ നൈട്രജന്റെ ഒക്കെ അളവ് ക്രമീകരിക്കാൻ എന്തെല്ലാമൊക്കെ സംവിധാനങ്ങളാണ് ചെയ്യുന്നത്. എത്ര അഴുക്കുചാലുകളെ കടലിലേക്ക് തള്ളിവിട്ടാലും അത് ലവണങ്ങളാക്കി തീർത്ത് ലവണങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയല്ലേ. തിന്മകളെ നന്മകളാക്കി അത് പരിണമിപ്പിച്ചില്ലായിരുന്നെങ്കിൽ, ഈവൻ ദോഷമെന്ന് പറയുന്ന ബാക്ടീരിയയുടെ പ്രവർത്തനം പോലും ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ ദഹന പ്രക്രിയകൾ പോലും നന്നായി നടക്കില്ലായിരുന്നു. ഇപ്പം പലർക്കും ഗ്യാസൊക്കെ ഉള്ളത് അതുകൊണ്ടാണ്. നല്ല ബാക്ടീരിയകളില്ലാത്തത്. ഈ ലോകം മുഴുവനും നമ്മൾ അങ്ങനെ ഒരു റിയാലിറ്റി കാണുന്നുണ്ട്. തിന്മയുടെ പ്രവൃത്തികളുടെ ഒരു വർധന ഒരു വശത്തുള്ളപ്പോൾ അതിനെ എല്ലാം നന്മയിലേക്ക് നടത്തുന്ന ദൈവത്തിൻ്റെ ഒരു കരം എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്നുണ്ട്. ആ ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കുന്നുണ്ട്. ആ കരം നമ്മുടെ ജീവിതത്തിലും പ്രവർത്തിക്കുന്നുണ്ട്. നന്മ നിറഞ്ഞ തിന്മയുടെ എല്ലാ വശങ്ങളും നമുക്കറിയില്ലെങ്കിലും വി നോ ദാറ്റ് ഗോഡ് ഈസ് ഗുഡ്. അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ ദയ എന്നേക്കുമുള്ളതാണ്. ഒരു കാലയളവിലേക്ക് മാത്രമുള്ളതല്ല, നമ്മുടെ ആ ആയുസ്സിലേക്ക് മാത്രമുള്ളതല്ല, എന്നേക്കുമുള്ളത്. ഈ ദൈവത്തിൽ ആശ്രയിച്ച് തിന്മയെല്ലാം മായിക്കുന്ന കർത്താവിനോട് ചേർന്നിരുന്ന് സകലത്തെയും യഥാസ്ഥാനത്താക്കി നന്മയാക്കി തീർക്കുന്ന ഒരു നാൾ വരുന്നതേ ഉള്ളൂ. അതുവരെ ശാപമുണ്ട്, കഷ്ടമുണ്ട്, പ്രയാസങ്ങളുണ്ട്. ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങളും ഉണ്ടായിരുന്നല്ലോ. ഒന്നിതായിരുന്നു, ദൈവത്തിൻ്റെ നന്മ കർത്താവ് കാണിക്കുന്നത് ഈ ലോകത്തിലും ഈ ഭൂമി വിട്ട മറ്റേതെങ്കിലും സുരക്ഷാ താവളങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കുക. ഇന്ന് ഏതൊക്കെയോ ഗോളങ്ങളൊക്കെ കണ്ടെത്തി എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ പ്രചരിക്കുമ്പോൾ അതിനൊക്കെ ശ്രദ്ധ നേടാറുണ്ട്. എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം ഇവിടെ. പക്ഷേ തമ്പുരാൻ നമുക്ക് വേണ്ടി ഒരു സ്ഥലം, ഒരു പൊല്യൂഷനും ബാധിക്കാത്ത ഒരു സ്ഥലം ഒരുക്കുന്നുണ്ട്. അങ്ങനെ ഒരുക്കുന്നുണ്ട്, ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുക്കുന്നതിലൂടെ ദൈവം നല്ലവനാണെന്ന് നമ്മളോട് പറയുക. നമ്മുടെ ഭാവിക്ക് വേണ്ടതെന്ന് കരുതുന്നതിലൂടെ നമ്മുടെ ഏറ്റവും
ഏറ്റവും സുരക്ഷിതമായ ഭാവിക്ക് വേണ്ടി കരുതുന്നതിലൂടെ ദൈവത്തിൻ്റെ നന്മയെ വചനം വെളിപ്പെടുത്തുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ പറയൂ. God is good. ഈ ദൈവത്തെ വേണം അനുഗമിക്കാൻ. ഈ കർത്താവിനോട് ചേർന്ന് വേണം നമ്മൾ ജീവിക്കാൻ. ഈ കർത്താവിൻ്റെ വചനങ്ങൾ അനുസരിച്ച് അവിടുത്തെ ചട്ടങ്ങൾ നമുക്ക് നന്മയാണ് എന്ന കാഴ്ചപ്പാടിൽ നിലനിന്ന് വേണം നമ്മൾ ജീവിക്കാൻ. നിത്യജീവൻ ഈ വചനത്തിൽ മാത്രമേ നമുക്ക് ലഭിക്കൂ എന്ന കാഴ്ചയോടെ ഈ വചനത്തെ അനുഗമിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ ആത്മീയ ചിന്തകൾ നമുക്ക് തുടരാം. ഇന്ന് കേട്ട വചനങ്ങൾ ഇതിലേതെങ്കിലും സത്യങ്ങൾ നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടതാണെങ്കിൽ അത് ദൈവരാജ്യത്തിൻ്റെ ഒരു വിത്തായി കണക്ക് കൂട്ടി മിനിമം 30 മേനിയെങ്കിലും വിളയണമേ എന്ന പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരട്ടെ എന്ന കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ അപേക്ഷിക്കുന്നു. ഞാനിത് എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സൽഗുണപൂർണനായ കർത്താവിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം നമിച്ചുകൊണ്ട് അവിടുത്തെ ആരാധിച്ചുകൊണ്ട് ആ കർത്താവിനോട് ചേർന്ന് നമ്മളും സൽഗുണപൂർണരായി തീരാൻ പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ജീവിക്കാം. അതിനായി ദൈവം നമ്മെ ബലപ്പെടുത്തുമാറാകട്ടെ.